ശരീരത്തിലെ നീർക്കെട്ട് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും? എന്താണ് ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർക്കെട്ട് എന്ന് പറയുന്നത്? ഇത് ശരീരത്തിൻ്റെ ഏതൊക്കെ ഭാഗത്തിൽ ഉണ്ടാവാം? എന്താണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്? എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫുഡായിട്ട്, അതായത് നീർക്കെട്ട് കുറയ്ക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തണം, നീർക്കെട്ട് കുറയ്ക്കാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്ന പൊടിക്കൈകൾ എന്തൊക്കെ എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ ടോക്ക്. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീൻ AG, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വള്ളിയോട്, പാലക്കാട്. പലപ്പോഴും നീർക്കെട്ട് എന്ന് പറഞ്ഞു വരുന്നത് ഇൻഫ്ലമേഷൻ ആണ്, അതായത് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥ. ഇത് ചിലരിൽ ഇപ്പോൾ വെയിറ്റ് ലോസിനായിട്ട് വരുന്നവരാണ് എന്നുണ്ടെങ്കിലും അവർക്ക് ഭാഗികമായിട്ടുള്ള ഫാറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷേ കംപ്ലീറ്റ് നീർക്കെട്ട് കാരണം വെയിറ്റ് കൂടിയ ഒരു അവസ്ഥയുണ്ടാവും. അപ്പോൾ എന്താണ് ഈ നീർക്കെട്ട് എന്ന് പറയുന്നത്? നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ, രക്തയോട്ടത്തിൻ്റെ കൂടെ തന്നെ ഒരു സിസ്റ്റം ഉണ്ട്, ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയും. അപ്പോൾ ഇത് നമ്മുടെ ഹാർട്ട് പമ്പ് ചെയ്യുന്ന പോലെ പ്രവർത്തിക്കുന്ന ഒന്നല്ല ഈ ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്. എന്നാൽ ഈ രക്തക്കുഴലുടെ കൂടെ തന്നെ യാത്ര ചെയ്യുന്ന ഒരു ട്യൂബാണിത്. ഇതിൽ നമ്മുടെ ശരീരത്തിലെ മറ്റ് അവയവങ്ങളിൽ ബാക്കിയുള്ള വെള്ളം, വാട്ടർ കണ്ടൻറ്റും വിഷാംശങ്ങളും ഒക്കെ ഇത് കളക്ട് ചെയ്ത് ഇത് നമ്മുടെ വെയിൻസിലോട്ട്, സിരകളിലോട്ട് എത്തിക്കുന്ന ജോലിയാണ് ഈ ലിംഫാറ്റിക് സിസ്റ്റം എന്നുള്ള കാര്യം പ്രവർത്തിക്കുന്നത്. എന്നാൽ ഇതിൽ എന്തെങ്കിലും ഒരു പാളിച്ചകൾ വരുമ്പോൾ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥ, അതത് അവയവങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥ, പ്രോപ്പറായിട്ട് അതിൽ ബ്ലോക്കേജ് എന്തെങ്കിലും, ഈ ലിംഫാറ്റിക് സിസ്റ്റത്തിൽ എന്തെങ്കിലും ഒരു ബ്ലോക്കേജ് വന്നു കഴിഞ്ഞാൽ സിരകളിലോട്ട് പ്രോപ്പറായിട്ട് വെള്ളം എത്തുകയോ അല്ലെങ്കിൽ വിഷാംശങ്ങൾ എത്തിക്കാനോ പറ്റുകയില്ല. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹാർട്ടിന്, ഹൃദയത്തിന് അത് പ്യൂരിഫൈ ചെയ്യാൻ പറ്റില്ല. ആ അവയവങ്ങളിൽ മാത്രം ആ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ ആ വിഷാംശം കെട്ടി നിൽക്കുന്ന അവസ്ഥ, അതിനെയാണ് നമ്മൾ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർക്കെട്ട് എന്ന് പറയുന്നത്. ഇത് യൂഷ്വലി മെഡിക്കൽ ടേംസിൽ നമ്മൾ ഐറ്റിസ്, എന്തൊരു ഓർഗനും അവയവങ്ങളും അതിൻ്റെ ഒരു ഐറ്റിസ് ആണ്. നീർക്കെട്ടാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ലിവറിൻ്റെ നീർക്കെട്ടാണെന്നുണ്ടെങ്കിൽ, കരളിൻ്റെ ആണെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും. അതല്ല, ഇപ്പോൾ ബ്രെയിനിൻ്റെ, തലച്ചോറിൻ്റെ നീർക്കെട്ട് വരുന്ന ടൈമിൽ അതിനെ നമ്മൾ മെനിഞ്ചൈറ്റിസ് എന്ന് പറയും. ചിലർക്ക് മുട്ടുവാദം ഉണ്ടാവും, അപ്പോൾ അതിന് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയും. ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ ജോയിൻസിൽ വരുന്ന നീർക്കെട്ടിനാണ് നമ്മൾ ഈ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ട് ഈ ലിംഫ് എന്ന് പറയുന്ന അതിൻ്റെ ഫ്ലോ പ്രോപ്പർ അല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു നീർക്കെട്ട് വരുന്നത്. ഈ സിസ്റ്റത്തിൽ മെയിനായിട്ട് വരുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ ലിംഫ് നോഡ് എന്ന് പറയും. അവിടെ നമ്മുടെ ശരീരത്തിൻ്റെ അവിടെ ഇവിടെ ആയിട്ട് കഴലകളുണ്ടാവും. ഈ കഴലകളുടെ മെയിൻ പ്രവർത്തനം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷിയെ പ്രോപ്പറായിട്ട് നിലനിർത്തുക എന്നുള്ളതാണ് ഈ ലിംഫ് നോഡ് സിസ്റ്റം, കഴലകളുടെ പ്രധാന പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലിംഫാറ്റിക് സിസ്റ്റത്തിൽ വരുന്നത് ഈ ലിംഫ് വെസൽസ് ആണ്, അതായത് നമ്മുടെ രക്തക്കുഴലിൻ്റെ കൂടെ തന്നെ യാത്ര ചെയ്യുന്ന ഒരു ട്യൂബാണത്. അതിൽ മെയിനായിട്ടും നമുക്ക് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് പറഞ്ഞു, അതേപോലെ തന്നെ പ്ലാസ്മ കണ്ടൻറ്റും, വെള്ള അണുക്കൾ, രക്താണുക്കൾ, നമ്മുടെ ബ്ലഡ് സെൽസിൽ റെഡ് ബ്ലഡ് സെൽസും ഉണ്ടാവും, അതേപോലെ തന്നെ വൈറ്റ് ബ്ലഡ് സെൽസും ഉണ്ടാവും. ഇതിൽ ചുവന്ന അണുക്കളുടെ പകരം വെള്ള രക്തഅണുക്കളാണ് കൂടുതലായിട്ടും ഈ ലിംഫാറ്റിക് സിസ്റ്റത്തിൽ കാണപ്പെടുന്നത്. അപ്പോൾ ഇത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തിനെയും കണക്ട് ചെയ്യും. മെയിനായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി, പ്രതിരോധ ശേഷിയുടെ ഒരു ഉത്ഭവം എന്നൊക്കെ പറയാം. തൈമസ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥി, അതിൻ്റെ കൂടെ തന്നെ സ്പ്ലീൻ എന്ന് പറയുന്ന പ്ലീഹ, ഇതും ലിംഫ് നോഡ്, അവിടെ എവിടെയാണ് നമ്മുടെ ശരീരത്തിലെ കഴലകൾ ഒരുപാടുണ്ട്. ഇതൊക്കെ തന്നെ കണക്ട് ചെയ്ത് വരുന്നതാണ് ഈ ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളെ ചുറ്റും നമ്മുടെ നാളികൾ എവിടെയൊക്കെ പോകുന്നുണ്ടോ, ബ്ലഡ് വെസൽസ് എവിടെയൊക്കെ യാത്ര ചെയ്യുന്നുണ്ടോ, അവിടെയൊക്കെ ഈ ലിംഫാറ്റിക് സിസ്റ്റവും ഉണ്ടാവും. പലപ്പോഴായിട്ട് ഈ മുട്ടിൽ വരുന്ന നീർക്കെട്ട്, അതിന് പ്രോപ്പറായിട്ടുള്ള കാരണം എന്തെന്ന് വെച്ചാൽ ഈ ഹാർട്ടിന് പമ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. എന്നാൽ ഈ ലിംഫാറ്റിക് സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ട് മാറണമെന്നുണ്ടെങ്കിൽ മസിൽസിലെ മൂവ്മെൻറ്റ് ആവശ്യമാണ്. എന്നാൽ മാത്രമാണ് ആ കെട്ടിക്കിടക്കുന്ന നീര് ബാക്ക് ടു നോർമൽ, അത് പഴയ രീതിക്ക് നോർമൽ ആവുകയുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട്, അതേപോലെ ചില ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കേണ്ടതുണ്ട്. ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് എന്ന് പറയും, അതായത് നീർക്കെട്ട് കുറയ്ക്കാനായിട്ടുള്ള ഭക്ഷണങ്ങൾ. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഷുഗർ, അമിതമായിട്ടുള്ള ബേക്കറി ഐറ്റവും ഷുഗറും ഈ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. കാരണം ഇത് കൂടുതലായിട്ട് എടുക്കുന്ന ടൈമിൽ ഇത് ഈ ലിംഫ്
നോഡ്സിനെയും അതേപോലെ തന്നെ ലിംഫിൻ്റെ ആ വെസൽസിനെയൊക്കെ ബ്ലോക്ക് സംഭവിക്കുകയും നമ്മുടെ അവയവങ്ങളിൽ ചുറ്റും വെള്ളം കെട്ടിക്കിടക്കുകയും അത് പാസ് ചെയ്യാനായിട്ട് പുറത്തോട്ട് ബാക്കിലോട്ട് പോവാൻ അതൊരു തടസ്സമായി ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഷുഗറാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. അതിൽ തന്നെ പരമാവധി ബേക്കറി ഐറ്റംസും അമിതമായിട്ട് പഞ്ചസാര ആഡ് ചെയ്തിട്ടുള്ളതാണ് ഒഴിവാക്കേണ്ടത്. ചെറിയ തോതിൽ നമുക്ക് അന്നജം, കാർബോഹൈഡ്രേറ്റ്സ്, മില്ലറ്റ്സ് ഇതൊക്കെ റെഗുലറായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഒമേഗ 3 ഫാറ്റി ആസിഡ് അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതായത് ചെറു മത്സ്യങ്ങളും അവക്കാഡോ അതേപോലെ തന്നെ ഓലിവ് ഓയിൽ, ഇതിലൊക്കെ ഫാറ്റി ആസിഡ് അധികം അടങ്ങിയിട്ടുണ്ട്, നല്ല കൊഴുപ്പ് അധികം അടങ്ങിയിട്ടുണ്ട്. ഇത് ഈ ഒരു ലിംഫാറ്റിക് സിസ്റ്റത്തിൻ്റെ ഫ്ലോ കൂട്ടാനായിട്ട് സഹായകരമാവും. അതേപോലെ നീർക്കെട്ട് അനുഭവിക്കുന്നവർക്ക് ഇപ്പോൾ പണ്ടൊക്കെ ഇപ്പോൾ നീർക്കെട്ട് എന്ന് പറയുന്നത് ഏജ്ഡ് പീപ്പിൾസ്, കുറച്ചുകൂടെ വയസ്സായവരിലാണ് അവിടെ ശരീരത്തിൽ നീർക്കെട്ട് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ പ്രായം കൂടുന്തോറും അവരുടെ ഹോർമോൺ ലെവലിൽ വരുന്ന വ്യതിയാനങ്ങൾ. ഇപ്പോൾ സ്ത്രീകളിലാണ് എന്നുണ്ടെങ്കിൽ എസ്ട്രജൻ ലെവൽ കുറയും. അതേപോലെ തന്നെ പുരുഷന്മാരാണ് എന്നുണ്ടെങ്കിൽ അവരുടെ പുരുഷ ഹോർമോണായിട്ടുള്ള ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ കുറഞ്ഞ് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറയുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെ മെറ്റബോളിസവും കുറയും. അപ്പോൾ അവർക്ക് ആ ഒരു വാക്കിങ്ങോ എക്സസൈസോ ഇതൊന്നും പ്രോപ്പർ ഉണ്ടാവില്ല. അപ്പോൾ മൂവ്മെൻറ്റ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ, അനക്കം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റം വർക്കാവില്ല. അപ്പോൾ അതങ്ങനെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളെ ചുറ്റുമുള്ള വേസ്റ്റ് പ്രോഡക്റ്റുകൾ, അതായത് വിഷാംശങ്ങളായിക്കോട്ടെ, വെള്ളമായിക്കോട്ടെ, ആവശ്യമില്ലാത്ത വെള്ളം, ഇതൊക്കെ സിരകളിൽ തിരിച്ചെത്തിക്കാനായിട്ട് പറ്റില്ല. അത് അവിടെ തന്നെ കെട്ടി നിൽക്കുകയും അതാണ് നീർക്കെട്ട് അല്ലെങ്കിൽ ഇൻഫ്ലമേഷന് കാരണമായി മാറുന്നത്. അതിൽ തന്നെ പ്രധാനമായിട്ടും ജോയിൻസുകളിലാണ് കൂടുതൽ നീർക്കെട്ട് വരുന്നത്. കാരണം പ്രായമാകുന്നതോടുകൂടി ആ ഒരു മൂവ്മെൻറ്റ് കുറയുകയാണ്. അപ്പോൾ ജോയിൻറ്റുകൾ തീരെ അനക്കാതെ ആവുകയും അവിടേക്കുള്ള രക്തയോട്ടം സാരമായിട്ട് ബാധിക്കുകയും തിരിച്ച് ബാക്ക് ഫ്ലോ ആയിട്ട് അവിടെ കെട്ടിക്കിടക്കുന്ന നീരുകൾ തിരിച്ച് ബാക്ക് ഫ്ലോ എടുക്കാൻ പറ്റാത്ത അവസ്ഥ. ഇത് കാരണം ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്നുള്ള കണ്ടീഷനിൽ ഭയങ്കര ചൂട്, ഈ ഇൻഫ്ലമേഷൻ എന്നുള്ള ഇതിൽ മെയിനായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ റെഡ്നെസ് ആണ്. അതായത് ചുവപ്പുണ്ട്. നമുക്ക് അവിടെ നീർക്കെട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഭയങ്കര ചുവന്നിട്ടായിരിക്കും ഉണ്ടാവുക. തൊട്ട് നോക്കുന്ന ടൈമിൽ ഇത്തിരി ചൂട് കൂടും. പൊതുവേ തടി ഉള്ളവർക്കാണെങ്കിലും, അതായത് മെറ്റബോളിസം കുറവായിട്ട് തടി ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അവരുടെ ബേസൽ ടെമ്പറേച്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസൽ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയും, BBT എന്ന് പറയും. ആ ടെമ്പറേച്ചറും വളരെയധികം കൂടുതലായിരിക്കും. അപ്പോൾ നീർക്കെട്ടുള്ളവരിൽ അല്ലെങ്കിൽ നീർക്കെട്ടുള്ള അവയവങ്ങളിൽ ചൂട് കൂടുതലായിരിക്കും. അതിൻ്റെ ചില സമയങ്ങളിൽ ബാക്ടീരിയകളുടെ വളർച്ച അവിടെ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ്റെ കൂടെ തന്നെ ഉള്ളതാണ് ഈ ലിംഫാറ്റിക് സർക്കുലേഷൻ എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ രക്തനാളത്തിൽ പോലെ തന്നെ നമുക്കൊരു പമ്പിങ്ങോ അങ്ങനെ ഒരു പരിപാടി ഇവിടെ ഇല്ല. ലിംഫാറ്റിക് സിസ്റ്റത്തിൽ കൂടുതലായിട്ടും നമ്മൾ പേശികൾക്ക് എന്തെങ്കിലും അനക്കം സംഭവിക്കുമ്പോഴാണ് നമ്മുടെ ശരീരാവയവങ്ങളിൽ കെട്ടിക്കിടക്കുന്ന എക്സസീവ് ആയിട്ടുള്ള വെള്ളം, അതേപോലെ തന്നെ വിഷാംശങ്ങൾ, ഇതൊക്കെ നീക്കം ചെയ്യണമെന്നുണ്ടെങ്കിൽ അനക്കം ഉണ്ടാവണം. അപ്പോൾ കൂടുതലായിട്ടും നമ്മൾ ജോഗിങ്, അതേപോലെ ഓടുക, ചാടുക, അങ്ങനത്തെ എക്സസൈസുകൾ നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുക. നമ്മുടെ പ്രതിരോധ ശേഷിനെയും അത് എഫക്റ്റ് ചെയ്യുന്നുണ്ടാവും. കെട്ടിക്കിടക്കുന്ന ആ നീർക്കെട്ടുകളൊക്കെ കംപ്ലീറ്റ് മാറാനായിട്ട് ഹെൽപ്ഫുള്ളാവും. അതേപോലെ നമുക്കിപ്പോൾ വേദനയുള്ള ഭാഗങ്ങളിൽ നമ്മളൊരു ജെൻറ്റിലായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടത്തേക്കുള്ള ആ ലിംഫ് സർക്കുലേഷൻ പ്രോപ്പർ ആവുകയും, ബ്ലോക്ക് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ലിംഫ് സർക്കുലേഷൻ പ്രോപ്പർ ആവുകയും അത് നമ്മുടെ കെട്ടിക്കിടക്കുന്ന നീർക്കെട്ട് കംപ്ലീറ്റ് പോവാൻ സഹായകരമാവുകയും ചെയ്യും. നമ്മുടെ കയ്യിലോ കാലിലോ അതേപോലെ തന്നെ മുഖത്തിലോ ഒക്കെ ഒരുപാട് കാലമായിട്ട് നീർക്കെട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ തൈറോയിഡ് കണ്ടീഷൻ, അതായത് ഹൈപ്പോതൈറോയിഡിസം കണ്ടീഷനിലും അതേപോലെ തന്നെ ഹാഷിമോട്ടോസ് എന്ന് പറയുന്ന തൈറോയിഡ് കണ്ടീഷനിൽ ചിലർക്ക് ഓട്ടോ ഇമ്മ്യൂൺ ആണ്, സ്വന്തം പ്രതിരോധ ശേഷിയെ എഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ്. ഈ കണ്ടീഷനുകളിൽ ചില സമയങ്ങളിൽ നമ്മുടെ ബോഡി വന്നിട്ട് ടോട്ടലായിട്ട് സ്ലോ ഡൗൺ ആകും. നമ്മുടെ മെറ്റബോളിസം തന്നെ ബേസൽ മെറ്റബോളിക് റേറ്റ് കുറഞ്ഞു വരും. BMR അങ്ങനെ കുറഞ്ഞു വരുന്ന ടൈമിൽ നമ്മുടെ ഈ ലിംഫ് സർക്കുലേഷൻ പ്രോപ്പർ ആവുകയില്ല. അതുകൊണ്ട് തന്നെ എല്ലാ അവയവങ്ങളിലും അവിടെ എവിടെയായിട്ട് കെട്ടിക്കിടക്കുന്ന ആ ഒരു വെള്ളം എന്ന് പറയുന്നത് തിരിച്ച് സിരകളിലോട്ട് എത്തുകയില്ല. അത് അങ്ങനെ തന്നെ കെട്ടി നിൽക്കും. അത് BMR കുറയുന്നത് കൊണ്ടാണ്. അപ്പം തൈറോയിഡ് മെയിൻലി ഹൈപ്പോതൈറോയിഡിസം ഉള്ളവർക്ക് അവരുടെ ഒരു ടെമ്പറേച്ചർ കുറവായിരിക്കും. മൊത്തം അവരൊരു സ്ലോ പ്രോസസ്സിങ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു 80% ഹൈപ്പോതൈറോയിഡിസം ഉള്ളവരിൽ നമ്മൾ ഈ ശരീരം മൊത്തം നീർക്കെട്ടായിട്ട് അവർ വീർത്തു വരുന്നത് കാണാം. വെയിറ്റ് അമിതമായിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നത്. എന്നാൽ ഭക്ഷണം അധികം കഴിക്കുന്നില്ല താനും. അപ്പോൾ തൈറോയിഡ് ഗ്രന്ഥിയിലുള്ള പ്രശ്നം കാരണം വരുന്ന നീർക്കെട്ട് കൊണ്ടാണ് അവർക്ക് ഈ വണ്ണം വരുന്നത്. അതേപോലെ കാലുകളിലൊക്കെ അമിതമായിട്ട് നീർക്കെട്ട് ഉണ്ടാവുന്നത്. വേറെ നമ്മൾ ഈ കാലുകളിലും അതേപോലെ മുഖത്തിലും നീർക്കെട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു അവയവങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് കിഡ്നിയും അതേപോലെ തന്നെ ഹാർട്ടും ആണ്. കാരണം കിഡ്നിയിൽ എന്തെങ്കിലും ഒരു ഡാമേജ് വന്നു കഴിഞ്ഞാൽ, നമ്മുടെ വൃക്കകൾ പ്രോപ്പറായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ
അത് വൃക്കകളിലൂടെ പ്രോട്ടീൻ അമിതമായിട്ട് നഷ്ടപ്പെടുന്നുണ്ടാവും. അങ്ങനെ അതായത് മൂത്രമൊഴിക്കുന്ന ടൈമിൽ പതഞ്ഞ് വരിക, അങ്ങനത്തെ ഒരു കണ്ടീഷൻസിലൊക്കെ പ്രോട്ടീൻ ഹെവി ലോസ് ഉണ്ടാവുന്ന ടൈമിൽ നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ടുകൾ അവിടെ ഇവിടെയായിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്നവരാണെങ്കിൽ അതേപോലെ നീർക്കെട്ടുള്ളവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രോട്ടീൻ ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. കാരണം ശരീരത്തിൽ പ്രോട്ടീൻ ലെവൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വെള്ളം, കെട്ടിക്കിടക്കുന്ന വെള്ളം കംപ്ലീറ്റ് അത് കളയാനായിട്ട്, നീർക്കെട്ട് കംപ്ലീറ്റ് പോകാൻ സഹായിക്കുന്ന ഒന്നാണ് നമ്മൾ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. പ്രോട്ടീൻ ശരീരത്തിൽ കുറഞ്ഞു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി വെള്ളം മൊത്തം ആഗിരണം ചെയ്ത് ഉള്ളിലോട്ട് വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ അവയവങ്ങളെ ചുറ്റും അതേപോലെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും ഈ നീർക്കെട്ട് കൂടുതലായിട്ട് നിലനിന്ന് പോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കിഡ്നി അഫെക്ഷൻസ് ഒന്നും ഇല്ല, എന്നാൽ നിങ്ങൾക്ക് നീർക്കെട്ടിൻ്റെ പ്രശ്നമുണ്ട്, തൈറോയിഡിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവർ പ്രോട്ടീൻ അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണം, നിങ്ങളുടെ 3 നേരത്തെ ഭക്ഷണത്തിൽ പ്രോട്ടീൻ ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. അതേപോലെ ഹാർട്ടിൻ്റെ ഫെയിലിയർ, ഹൃദയത്തിന് എന്തെങ്കിലും ഒരു സാരമായി ബാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ രക്തയോട്ടത്തിൽ, ഹൃദയത്തിലോട്ടുള്ള രക്തയോട്ടം ഉണ്ട്, അതായത് നമ്മൾ ഹൃദയത്തിലേക്ക് പോകുന്ന വെയിൻസും അതിലോട്ട് പോകുന്ന ബ്ലഡ് വെസൽസ്, ചെറിയ ചെറിയ രക്തനാളങ്ങളിൽ എന്തെങ്കിലും ബ്ലോക്കേജും കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ എന്ന് പറയും, കാർഡിയാക് ഫെയിലിയർ, അങ്ങനെയുള്ള കണ്ടീഷനിലെ ശരീരത്തിൽ അവിടെ ഇവിടെയായിട്ട് എസ്പെഷ്യലി മുഖത്ത്, കാലുകളിലൊക്കെ തന്നെ നീര് ഒരുപാട് കെട്ടിക്കിടക്കുന്ന ഒരു പ്രകൃതം. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും, കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതേപോലെ നിങ്ങളൊരു ECG എടുത്ത് നോക്കുന്നതും അല്ലെങ്കിൽ നമുക്കൊരു എക്സ്റേ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാർഡിയോമെഗാലി ഉണ്ടോ, അതായത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആ ഒരു സൈസ് കൂടിയിട്ടുണ്ടോ, പെരികാർഡിയൽ എഫ്യൂഷൻ എന്ന് പറയും, നമ്മുടെ ലങ്സിനെ ചുറ്റും, ശ്വാസകോശത്തിൻ്റെ ആ ഒരു ഇതിനെ ചുറ്റും നീർക്കെട്ട് വല്ലതും വന്നിട്ടുണ്ടോ എന്നുള്ളത് ഒരു എക്സ്റേ നമ്മൾ PA വ്യൂ എടുത്തു കഴിഞ്ഞാൽ, പോസ്റ്റർ ആൻറ്റീരിയർ വ്യൂ, നമ്മൾ PA വ്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ശരീരത്തിൻ്റെ നീർക്കെട്ട് കുറയ്ക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് വ്യായാമമാണ്, അടുത്ത് നമുക്ക് റെസ്റ്റാണ്. നമ്മൾ കോർട്ടിസോൾ ലെവൽ കുറയ്ക്കാനായിട്ട് നമ്മൾ 7-8 മണിക്കൂർ ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ്, അതായത് നീർക്കെട്ട് കുറയ്ക്കാനുള്ള ഭക്ഷണങ്ങൾ, എസ്പെഷ്യലി ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി അധികം അടങ്ങിയിട്ടുള്ള ബെറി ഫ്രൂട്ടുകളും അതേപോലെ തന്നെ ചീരകൾ, അരിഭക്ഷണം പരമാവധി കുറയ്ക്കുക, പുറത്തുള്ള ബേക്കറി ഐറ്റംസ് കുറച്ചിട്ട് omega-3 ഫാറ്റി ആസിഡ് അധികം അടങ്ങിയിട്ടുള്ള ചെറുമത്സ്യങ്ങൾ, ബെറി ഫ്രൂട്ടുകൾ, അവക്കാഡോ പോലുള്ള പഴങ്ങളൊക്കെ റെഗുലറായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് നീർക്കെട്ട് കംപ്ലീറ്റ് ശരീരത്തിൽ നീർക്കെട്ട് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു പൊടിക്കൈ എന്ന് പറയുന്നത് മുരിങ്ങയുടെ ഇല. ഈ മുരിങ്ങയുടെ ഇലയിൽ കാൽഷ്യം റിച്ച് ആണ്, അയൺ റിച്ച് ആണ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി, ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഒക്കെ വളരെയധികം കൂടുതലാണ്. പിന്നെ ഒരു പോഷകങ്ങളുടെ ഒരു കലവറ എന്നൊക്കെ പറയാം ഈ മുരിങ്ങയുടെ ഇല. മുരിങ്ങയുടെ ഇലയും അതിൻ്റെ കൂടെ തന്നെ 2 വെളുത്തുള്ളി എന്ന് പറയുന്നത് നമ്മൾ അലിസിൻ കണ്ടൻറ്റ് കൂടുതലായിട്ടുണ്ട്. അപ്പോൾ കൊഴുപ്പ് എവിടെയെങ്കിലും അടിഞ്ഞു കിടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതേപോലെ എവിടെയെങ്കിലും ഇപ്പോൾ ലിംഫാറ്റിക് സിസ്റ്റത്തിൽ ബ്ലോക്കേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ബ്ലോക്ക് കളയാനായിട്ട്, അതുപോലെ നമ്മുടെ ശരീരത്തിനെ പ്യൂരിഫൈ ചെയ്യാനായിട്ട്, ശുദ്ധീകരിക്കാനായിട്ട് ഒരു ഡീറ്റോക്സ് എന്ന് പറയാം. ഈ അലിസിൻ എന്ന് പറയുന്ന കണ്ടൻറ്റ്, കെമിക്കൽ ഉള്ള നമ്മുടെ വെളുത്തുള്ളി, അത് ഒരു 2 ചെറിയ പീസ് എടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില, കറി ലീവ്സ്, അതിൽ കൂടുതലായിട്ടും അയൺ കണ്ടൻറ്റ് കൂടുതലുണ്ട്. അപ്പോൾ ഈ നീർക്കെട്ടുള്ളവരിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് സീറം ഫെറിറ്റിൻ ലെവലാണ്. നീർക്കെട്ട് നിങ്ങൾക്ക് അമിതമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഫെറിറ്റിൻ ലെവൽ കുറഞ്ഞു കാണാറുണ്ട് ചിലരിൽ. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ മുരിങ്ങ ഇല, അതേപോലെ തന്നെ കറിവേപ്പിൻ്റെ ഇല, വെളുത്തുള്ളി, ഈ 3ൻ്റെയും കോമ്പിനേഷൻ ഇതിട്ട് നന്നായി തിളപ്പിച്ചിട്ട് ഒരു 2 ഗ്ലാസ് വെള്ളം തിളപ്പിച്ചിട്ട് അതിനെ 1 ഗ്ലാസ് ആക്കിയിട്ട് വറ്റിച്ചെടുത്തതിന് ശേഷം റെഗുലറായിട്ട് നിങ്ങൾ രാവിലെ വെറും വയറ്റിൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. BP അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ ഉള്ളവർ, അതിന് മെഡിസിൻസ് എടുക്കുന്നവർ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാതെ ഈ ഒരു പാനീയം എടുക്കരുത്. അല്ലാതെ പക്ഷം നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഈ ഒരു ഡ്രിങ്ക് എടുക്കാവുന്നതാണ്. നിങ്ങളുടെ ശരീരത്തിലെ നീർക്കെട്ട് മാറ്റാൻ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ്. അതേപോലെ ഇപ്പോൾ മുട്ടിൽ അല്ലെങ്കിൽ കയ്യിലോ കാലിലോ ഒക്കെ നീർക്കെട്ട് വീക്കമുള്ളവർ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒന്നാണ്. അവിടത്തുള്ള ലിംഫാറ്റിക് സർക്കുലേഷൻ കൂട്ടാനായിട്ട് നമ്മൾ കോൾഡ് കംപ്രസ്സും വാം കംപ്രസ്, അതായത് 2ഉം ഓൾട്ടർനേറ്റീവായിട്ട് ചെയ്യും. നമ്മൾ ചൂട് പിടിക്കുക, ഒരു 2 മിനിറ്റ് ചൂട് പിടിച്ചതിന് ശേഷം അത് മാറ്റി വെച്ചിട്ട് എഗെയിൻ നമ്മൾ ഐസ് പാക്ക് പോലെ ചെറിയ തോതിൽ അങ്ങനെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്ന ടൈമിൽ ആ ഒരു ഭാഗത്തെ നീർക്കെട്ട്, റെഡ്നെസ്സും അതേപോലെ തന്നെ ആ ഒരു വേദനയും കുറയ്ക്കാനായിട്ട്, നീർക്കെട്ട് കുറയ്ക്കാൻ
നമുക്ക് താൽക്കാലികമായിട്ടൊരു ശമനം നൽകാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. മാത്രമല്ല അവിടുത്തെ ലിംഫിൻ്റെ ആ ഒരു സർക്കുലേഷൻ കൂടും, അതുകൊണ്ടാണ് അവിടുത്തെ നീർക്കെട്ട് കുറയുന്നത്. അപ്പോൾ ഇനി തൊട്ട് ജനറലായിട്ട് നീർക്കെട്ട് എന്ന് പറയാതെ ചില ബ്ലഡ് ടെസ്റ്റുകൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നീർക്കെട്ട് എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കാം. ഹോർമോൺ ഇംബാലൻസ് കൊണ്ടാണോ, തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രശ്നം കൊണ്ടാണോ, അതല്ല നമ്മുടെ ഹോർമോൺ ലെവൽ, സെക്സ് ഹോർമോൺ ആയിട്ടുള്ള എസ്ട്രോജൻ പ്രൊജസ്ട്രോണിൻ്റെ കുറവ് കൊണ്ടാണോ, അല്ല തേയ്മാനം വന്നതുകൊണ്ടാണോ, എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ട് വരുന്നത് എന്നുള്ളത് കണ്ടുപിടിച്ച് അതിനനുസരിച്ച് ചികിത്സ നേടാനായിട്ട് ശ്രദ്ധിക്കുക. ജനറലായിട്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ്സ്, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, ഈ പിക്കിലുള്ള ഫുഡുകളൊക്കെ തന്നെ നിങ്ങൾക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫുഡുകളാണ്. ഇത് നിങ്ങൾക്ക് റെഗുലറായിട്ട് എടുക്കാവുന്നതാണ്. ശരീരത്തിലെ നീർക്കെട്ടിനെ കുറിച്ച് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ തന്നിട്ടുള്ള എൻ്റെ ഈ നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീൻ AG, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വള്ളിയോട്, പാലക്കാട്.